മുസ്ലിം ലീഗിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ അറ്റാക്ക് ചെയ്യുകയാണ്. മനസ്സിലായേ? അപ്പോൾ സീറ്റ് ചോദിച്ചപ്പോൾ സീറ്റ് ചോദിക്കും കൂടുതലെന്ന് വെച്ചു. അവർ ഒരു സീറ്റ് പോലും കൂടുതൽ ചോദിച്ചില്ല. ഒരു സീറ്റ് പോലും കൂടുതൽ ചോദിച്ചില്ല. ഉള്ള സീറ്റ് അവർക്ക് നിലനിർത്തണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ കോൺഗ്രസ് സമ്മതിക്കും. ഉള്ള സീറ്റ് നിലനിർത്തണ്ടേ എല്ലാവർക്കും? പരമാവധി എല്ലാവരും ശ്രമിക്കില്ലേ സീറ്റ് നിലനിർത്താൻ? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യും. ഒരു സീറ്റ് പോലും ചോദിച്ചില്ല. വെറുതെ ക്യാമ്പയിനാണ്. അവരൊരു ഉപമുഖ്യമന്ത്രി പദവും ചോദിച്ചിട്ടില്ല, സീറ്റും ചോദിച്ചില്ല. ലീഗ് ഒരു കാര്യത്തിലും അനാവശ്യമായൊരു സമ്മർദ്ദം ചെലുത്താറില്ല. 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം. ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാക്കി അനാവശ്യമായൊരു വിഷയമാക്കി വളർത്തിയതിനു പകരം നമുക്കൊരു തെറ്റാണ് പറ്റിയതെങ്കിൽ നമ്മളത് വിലയിരുത്തണം. അവർ തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിന് 33 സ്കൂളുകൾ കൊടുക്കുന്നതായിരുന്നു. എല്ലാ ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം. 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണം ഈ 33 സ്കൂള്. ഇപ്പൊ ധൃതി എന്താ? ഇപ്പൊ തന്നെ കൊടുക്കണം. ധൃതി എന്താ? കേരളത്തിന്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കണ്ടേ? വീണ്ടും നമുക്കൊരു മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കൺസോളിഡേഷനൊക്കെ ഇടവരുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പൊ തന്നെ ഇത് ചെയ്യണം. ആരും ചോദിച്ചില്ല.